ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കൃഷിയല്ല, ഇച്ചിരി ഗാർഡനിങ് വീഡിയോ ആണ്. സാധാരണ നമ്മൾ അധികം നാളൊന്നും ആയില്ല മറ്റൊരു ചെടിയൊക്കെ നടാൻ തുടങ്ങിയിട്ട്. എന്നാലും നമുക്കിപ്പോൾ അത്യാവശ്യം ചെടികളൊക്കെ ചെറിയൊരു കളക്ഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതൊക്കെ വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഓരോ ചെടികളെ കുറിച്ച് നമുക്ക് കിട്ടിയതായ ഓരോ അറിവുകൾ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ റിയോ പ്ലാന്റ്സിനെ പറ്റിയാണ്. രണ്ട് ടൈപ്പ് ഉണ്ട് റിയോ പ്ലാന്റ്സ്. ഒന്ന് ട്രൈ കളറും, അതെ, ഇതിനകത്ത് കണ്ടില്ലേ നല്ല പച്ച കളറ്, വെള്ള കളറ്, അപ്പം അതിൻ്റെ അടിഭാഗത്ത് നല്ല പിങ്ക് കലർന്ന ഒരു വയലറ്റ് കളറും കൂടാണ്. അപ്പോൾ നല്ല രസമാണ് അത് നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് രണ്ട് കളറുള്ളതാണ്. ഒരു സൈഡിൽ ഗ്രീനും ഒരു സൈഡിൽ നല്ല പർപ്പിൾ വയലറ്റ് കളറുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ രണ്ട് സെയിം സ്പീഷീസിൽ തന്നെ പെടുന്നതാണ്, പക്ഷേ ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ പലർക്കും ഇത് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതിനോട് ഇച്ചിരി ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സ്റ്റാൻഡേർഡ് കളറും ഒരു രസമാണ് ഇത് കാണാൻ. എവിടെ നിന്നാലും ഒരു ക്ലാസ് ഫീലുണ്ട് ഇതിന്. അപ്പോൾ എനിക്ക് ഈ കളറിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് മൂന്ന് കളറൊക്കെ ആയപ്പോഴും എന്തോ ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇവന് അതാണ് ഇഷ്ടം, എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പോൾ അത് നമുക്കിനി ഇതെങ്ങനെയാണ് റീപ്ലാന്റ് ചെയ്യുന്നത് നോക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗം എന്ന് നോക്കാം. ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ് അതാദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് പിന്നെ നമ്മൾ കൊച്ചു കൊമ്പ് കൊണ്ടുവന്ന് അതിൻ്റെ നട്ടയായിരുന്നു. അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടയായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വരികയും ചെയ്യുന്നു. നല്ലോണം ആ ചട്ടിക്കകത്ത് നിറഞ്ഞ ഇതിൽ നിന്ന് കുറേ ഓരോന്നിനകത്തോട്ടും ഇങ്ങനെ ആക്കി ഇങ്ങനെ നടന്നുണ്ടായിരുന്നു. വെർട്ടിക്കൽ ഗാർഡനകത്തോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് പൊക്കടാമ ഉണ്ടാക്കിയപ്പോൾ അതിനെടുത്തായിരുന്നു. പിന്നെ വേറെ ചട്ടിക്കകത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ നമ്മളൊരു കമ്പങ്ങോട്ട് അതിൻ്റെ ഒരു കൊമ്പങ്ങോട്ട് ഒടിച്ച് വെച്ചാൽ മതി, നല്ലതുപോലെ ഇങ്ങനെ വളർന്നു വരും. പക്ഷേ ചിലരൊക്കെ പറയാറുണ്ട് അത് കൊണ്ടുവച്ചാൽ ചീഞ്ഞു പോകുന്നു, പിടിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരുപാട് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പാടില്ല. ഇതിന് അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഇപ്പം ഡെയിലി നമ്മൾ ഇതിനെ നനയ്ക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നനച്ചാൽ മതി. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1-1.5 ഗ്ലാസ് വെള്ളം. അങ്ങനെ അല്ലാതെ ഓസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലവഴി കൊണ്ടുവന്ന് ഒഴിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കുറേശ്ശെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ മാത്രം മതി. രണ്ടിനും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഇത് നടുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ചട്ടിയിലെ മണ്ണ് നിറയ്ക്കുമ്പോൾ നമ്മൾ ചകിരിച്ചോറൊന്നും നിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മണ്ണും നമ്മുടെ ചാണകപ്പൊടിയോ നമ്മുടെ കിച്ചണിലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമോ അങ്ങനെ എന്തെങ്കിലും വളങ്ങൾ മാത്രം ഇട്ടിട്ട് നമ്മൾ മണ്ണ് മിക്സ് ചെയ്തിട്ട് നമ്മളിതിനെ നട്ടാൽ മതി. കാരണം ഇതിന് ചകിരിച്ചോറിന് ഒക്കെ നമ്മൾ ഇട്ടാൽ അതിനകത്ത് ഒരുപാട് നേരം ഇങ്ങനെ വെള്ളം തങ്ങി നിന്നിട്ട് ഇതിൻ്റെ ചുവടൊക്കെ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചകിരിച്ചോറ് ഇടേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മണ്ണൊക്കെ മതി ഇതിനകത്ത്. അപ്പോൾ ഈ ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ വളർന്ന് കയറിഞ്ഞ് വരും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കൊമ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് റീപ്ലാന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട ഉടനെ ഒടിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ പെട്ടെന്നാണ് ഒടിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കമ്പ് നമുക്ക് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നെല്ലാം നണ്ട് ഇങ്ങനെ കൊമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. കണ്ടില്ലേ, ഇഷ്ടം പോലെ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഓരോന്നും ഇങ്ങനെ അടർത്തി മാറ്റിയിട്ട് നമുക്ക് റീപ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങ് ഒരുപാട് വേരും അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. ഇതിന് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു കത്തി എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇത്രയെങ്കിലും വേര് മാത്രം മതി. ഇത് നല്ലതുപോലെ അങ്ങ് പിടിച്ച് വന്നോളും. ഏറ്റവും അടിഭാഗത്തുള്ള 1-2 ഇലകൾ നമ്മൾ ഇങ്ങനെ താന്ന് കിടക്കുന്നത് നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റി കളഞ്ഞാൽ മതി. നമുക്കിനി വേറൊരു ചട്ടിയിലോട്ട് നമുക്ക് നടാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് റീപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചട്ടിയിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഏത് ചട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് കിളിച്ച് വരും. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചിരട്ട എടുത്താൽ പോലും അതിനകത്ത് നല്ലതുപോലെ ഇത് കിളിച്ച് വരും. എന്നിട്ട് അതിനെ ഹാങ് ചെയ്തിട്ടാൽ മതി, നല്ല മാതിരി കിളിച്ച് വന്നോളും. അപ്പം നമ്മൾ കണ്ട ഈ പോട്ടിനകത്ത് ഇപ്പം വെർട്ടിക്കൽ ഗാർഡനകത്തൊക്കെ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നതാണത്. നല്ലതുപോലെ നമ്മൾ കൊക്കഡാമ ഉണ്ടാക്കിയതിന് ശേഷം എടുത്തിട്ട് വീണ്ടും അതേപോലെ ഒരു തൈ കുഴിച്ചിട്ടാണ്. അപ്പം മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ചട്ടിക്കകത്ത്. അപ്പം കൊച്ചൊരു ഹാങ്ങിങ് പോട്ടിനകത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത്, മണ്ണിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ തൈ നട്ടു കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണിത്. അപ്പം നടുക്കൊരു കുഴി എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ടങ്ങ് നടുന്നു.
നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. നമ്മളിത് ഹാങ് ചെയ്തിടാം, അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഏത് രീതിയിലും നമുക്കത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും കൊണ്ടൊഴിക്കരുത്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിരുന്നാൽ മതി. അപ്പോൾ എന്നിട്ട് ഇത് മഴയത്ത് അധികം വെക്കാതിരിക്കുക, വെയിലത്തും അധികം വെക്കാതിരിക്കുക. ഷെയ്ഡിലോട്ട് വെച്ചിരുന്നാൽ മാറ്റി വെച്ചിരുന്നാൽ ഇത് നല്ല കളറിൽ നമുക്കിങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ചെടിയുടെ ഒരു തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പഴയ ചട്ടിക്കകത്ത് മെറൂൺ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് അത് അതിനകത്തോട്ട് നട്ടു കൊടുക്കാം. ഇച്ചിരി നനഞ്ഞൊക്കെ ഇരുന്ന മണ്ണാണ്, സാരമില്ല. അതിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ഇനി വളമിടുന്നത് നമുക്ക് ചാണകപ്പൊടി ഇടാം. ചാണകം വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കലക്കി ഒഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് കൊണ്ടുവന്ന് ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചെടികൾക്ക് നല്ലതുപോലെ വളർച്ച ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ റിയോ ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറികളോടൊപ്പം നമുക്ക് സ്വല്പം പൂച്ചെടികളും അത് ഗാർഡനും കൂടെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാനസിക ഉല്ലാസവും അതോടുകൂടി തന്നെ നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ ഒരു കൊച്ചു ഗാർഡൻ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചെടി വെച്ചിട്ട് നമ്മൾ കൊക്കഡാമ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഈ കൊക്കഡാമ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂപ്പായിലൊക്കെ ഉണങ്ങി പൊടിഞ്ഞു പോകും. അപ്പം എന്ത് വേണം, മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഷെയ്ഡിൻ്റെ കീഴിൽ കിടക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നനച്ച് കൊടുത്തെങ്കിലേ മതിയാവും. എങ്കിൽ മാത്രമേ നമ്മുടെ പൂപ്പാലിന് നല്ല പച്ച കളർ കാണുകയുള്ളൂ. ഈ കൊക്കഡാമ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ പോയി കാണുക കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ കൊക്കഡാമ ചെയ്തത്. ഇത് നമ്മൾ ആദ്യം ചെയ്ത കൊക്കഡാമയായിരുന്നു. അതിനകത്തൊക്കെ വേരൊക്കെ നല്ലതുപോലെ വരാൻ തുടങ്ങി. അപ്പോൾ അധികം കനമില്ലാത്ത പൂപ്പാലായിരുന്നു അന്ന് നമുക്ക് കിട്ടിയത്. എന്നാലും നല്ലതുപോലെ പിടിച്ച് നിൽപ്പുണ്ട്. അതിനകത്ത് കുറേ തൈകളുമായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നട്ട ഒരു ചെടിയാണിത്. കൊക്കഡാമ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പോട്ടിൽ നിന്ന് ചെടികളായിരുന്നു എടുത്തത്. ഈ 2 പോട്ടിൽ നിന്നുള്ള ചെടികളായിരുന്നു നമ്മൾ റീപ്ലാന്റ് ചെയ്ത് ഇതിനകത്ത് കൊക്കഡാമ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചായിരുന്നു. ഇതിപ്പോൾ അതിനകത്ത് നമ്മൾ പൂപ്പായിൽ മിച്ചം വന്നത് വെച്ചിട്ടാണ് ഇത് കിളിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനകത്ത് കുറേ കൊമ്പുകൾ വരാനായിട്ട് തുടങ്ങി. എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് കിളിച്ച് നിൽപ്പുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ കളർ ഇവിടെ ആയിരുന്നെങ്കിൽ കുറേ കൂടെ നല്ലതായിരുന്നു എന്ന്. ഇങ്ങനെ ഇവന് തോന്നാറുണ്ട്. അവന് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഇഷ്ടം. പക്ഷേ കാണാൻ ഭംഗി എനിക്ക് തോന്നുന്നത് ഇത് ഇനി മേളിലായിരുന്നെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരുന്നു. ഇതും അതേപോലെ നമ്മുടെ പൂപ്പായിൽ അതിനകത്ത് വാരിയിട്ടിട്ട് അധികം വന്ന പൂപ്പായിൽ അതിനകത്ത് വാരിയിട്ടിട്ട് കിളിപ്പിച്ചെടുത്തതാണ്. കണ്ടോ, പൂപ്പായിൽ നല്ലൊരു സംഭവമാണ് കേട്ടോ. പെട്ടെന്നാണ്ട് അതിനകത്തുനിന്ന് കുറേ കൊമ്പുകൾ വരുന്നുണ്ടല്ലേ, ചെറുതായിട്ട് വന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ റിയോ പ്ലാന്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇനി നമ്മുടെ ഓണം കൃഷി ചാലഞ്ചിൻ്റെ വീഡിയോസാണ്. പലരും നമുക്ക് വീഡിയോസ് അയച്ചു തന്നിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരുമിച്ചിടാതെ നമ്മൾ 3-4 പേരുടെയാണ് ഓരോ വീഡിയോയിലും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം തരുവാണ്. ഇതുവരെ വീഡിയോ അയക്കാത്തവർ അയച്ചു തരാം. പലരും നമുക്ക് മെയിൽ അയക്കുമ്പോൾ വീഡിയോ അറ്റാച്ച് ആവുന്നില്ല കേട്ടോ. മെയിൽ മാത്രമേ വരുന്നുള്ളൂ, വീഡിയോസ് വരുന്നില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് അയച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഓണം കൃഷി ചാലഞ്ച് കാണാം. ഹായ്, ഞാൻ ആൻസി, കോഴിക്കോടാണ് താമസിക്കുന്നത്. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. മിനീസ് ലൈഫ് സ്റ്റൈലിലെ മിനി ആൻറ്റിയുടെ കൃഷി കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും കൃഷി തുടങ്ങിയത്. ആൻറ്റി പറഞ്ഞു തരുന്ന ഓരോ ടിപ്പും വളരെ ഹെൽപ്ഫുൾ ആണ്. ആൻറ്റി ഓരോ ടിപ്പും ചെയ്ത് നോക്കി ആൻറ്റിക്ക് സക്സസ് ആയാൽ മാത്രമേ വീഡിയോ ഇടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ടിപ്പും വിശ്വസിച്ച് ചെയ്യാനായിട്ട് പറ്റും. എനിക്കൊരു ചെറിയ കൃഷിത്തോട്ടമുണ്ട്. ഇത് തക്കാളി. എൻ്റെ അടുത്ത് 2 വിധം പയറാണുള്ളത്. ഒന്ന് പിടിപ്പയറും പിന്നെ നല്ല നീളം വെക്കുന്ന പയറും. ഇത് കയ്പ, അധികം നീളമൊന്നും വെക്കാത്ത ഒരു ടൈപ്പ് കയ്പയാണ്. ബീറ്റ്റൂട്ട്, ചീര, ഇത് 4 മൂടോളം ഇഞ്ചി. ഇത് കാന്താരി, 4 പ്രാവശ്യത്തോളം വിളവെടുക്കാനായിട്ട് പറ്റി. ഇത് പച്ചമുളക്, ചേന, ഇത് വെണ്ട. ആദ്യത്തെ കൺമണിയാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ വിത്തിന് വെച്ചേക്കാണ്. ഇത് 2 കയ്പത്തൈ. ഇത് ഭൃംഗരാജ, കപ്പ. ഇത് കുരുമുളകാണ്. ആൻറ്റിയുടെ ജൈവസ്ലറി ഒഴിച്ചതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് കുരുമുളകൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് കറിവേപ്പില, പപ്പായ, ബേ ലീഫ്. ഇത് യെല്ലോ റോസ് ആണ്.
ആൻറ്റി പറഞ്ഞത് പ്രകാരം പൂപ്പലൊക്കെ ഇട്ടതിന് ശേഷം നല്ല വലിയ റോസാണ് ഉണ്ടാവുന്നത്. ഇത് ചൈനീസ് ബോൾസം 2 വെറൈറ്റി ഉണ്ട്, ഒന്ന് വയലറ്റും ഓറഞ്ചും. ഇത് പാഷൻ ഫ്രൂട്ട്, ഇത് ആഫ്രിക്കൻ മല്ലി, ജയമന്തി. ഇത് എൻ്റെ വീട്ടിലത്തെ കുറച്ച് ചെടികളാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയൂല. ഞങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഇതുപോലെ ഒരു നല്ല അവസരം തന്നതിന് മിനി ആൻറ്റി താങ്ക് യു സോ മച്ച്. ഇത് ഇന്നെടുത്ത വിളവാണ്, ഒരു പിടിപ്പയറും 2 തക്കാളിയും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രിക എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ പനങ്ങാട് ദേശത്താണ്. എനിക്ക് കൃഷിയോട് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഞാൻ നേരത്തെ കുമ്പളങ്ങ, മത്തങ്ങ, പടവലങ്ങ ഇതൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ലോക്ക്ഡൗൺ കാലത്ത് ആകസ്മികമായി മിനി ലൈഫ് സ്റ്റൈൽ കാണാനിടയായി. അതിൽ മിനിയുടെ പച്ചക്കറികളെ പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കി. അതിന് നിങ്ങൾ ചെയ്യുന്ന പോലെയുള്ള വളങ്ങളും കീടനാശിനികളും ഇപ്പോൾ ഉപയോഗിച്ച് നല്ലൊരു ചെറിയ രീതിയിലുള്ള ഒരു കൃഷി ഉൽപ്പാദിപ്പിച്ചു. എൻ്റെ വെണ്ടയ്ക്കയുണ്ട്, പച്ചമുളക്, കാന്താരി, പിന്നെ ചേന കൃഷി, മഞ്ഞൾ, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളക്, കോവയ്ക്ക, എനിക്ക് ധാരാളം കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി കുറവാണ്. മിക്ക ദിവസവും കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഞങ്ങൾ വയ്ക്കുമായിരുന്നു. ഓണത്തിന് ഈ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് വഴുതനങ്ങ, വെണ്ടയ്ക്ക ഇതൊക്കെ കൊണ്ട് ഞാൻ സാമ്പാറുണ്ടാക്കി. തക്കാളി ഉണ്ടായിരുന്നു, 2 ചുവട് തക്കാളി ഉണ്ടായിരുന്നത് ഈ വെള്ളപ്രാണി കയറി അത് പോയി. പിന്നെ ഞാൻ കുറച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനത് പിഴുത് കളയുകയും ചെയ്തു. ഞങ്ങളുടെ ചേനയാണ്, ചേന 5 ചേനയുണ്ട്. എല്ലാം പല സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മഞ്ഞളും കുറേ മഞ്ഞളും ഞങ്ങൾക്കുണ്ട്. ഒരു വർഷവും ഞാൻ മഞ്ഞൾ മേടിക്കാറില്ല, ഞങ്ങളുടെ മഞ്ഞൾ തന്നെ പൊടിച്ച് ഉപയോഗിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, വഴുതനങ്ങ കിടക്കുന്നത് കണ്ടോ. ഇതൊക്കെ മെഴുക്ക് പുരട്ടിയൊക്കെ ഒന്നരാടം ദിവസം ഞങ്ങൾ മെഴുക്ക് പുരട്ടി വയ്ക്കാറുണ്ട്. ഹായ് മിനി ചേച്ചി, എൻ്റെ പേര് ജിഷ. ഞാൻ പാലക്കാട് ജില്ലയിലെ പരുത്തിപ്പുള്ളിയിലാണ് താമസിക്കുന്നത്. ചേച്ചിയുടെ വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ 7 മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നത്. അതിനുശേഷമാണ് ഞാൻ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഇനി എൻ്റെ കൃഷി കാണാം. ഇത് കാച്ചു തുടങ്ങിയ വെണ്ടയാണ്. ഇതെല്ലാം മുളകാണ്. ഇതും പൂത്ത് തുടങ്ങി. ഇതിൽ ഒരുപാട് കായുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഇത്രയും കായുണ്ട് ഇതിൽ. നീളം പച്ചമുളകാണിത്. ജൈവ സ്ലറിയൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാ പച്ചക്കറിക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ചുമന്ന വള്ളിപ്പയറാണ്. ഇത് അമരയാണ്, പൂത്തിട്ടില്ല. ഇത് വെണ്ട, ഇഷ്ടം പോലെ വെണ്ട കിട്ടിയതിൽ. ഇത് കുറച്ച് കൂർക്ക ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ കോവൽ. ഇഷ്ടംമാതിരി കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് കോവയ്ക്ക. ഇത് പച്ചമുളകാണ്, നിറച്ചും കാച്ച് നിൽക്കുന്നുണ്ട് പച്ചമുളക്, ഒരുപാടുണ്ട്. ഇത് കുമ്പളം മരത്തിലോട്ട് കയറ്റി വിട്ടിരിക്കുന്നു. ഇത് ബീൻസാണ്, പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു കോവലാണ്. ഇത് റംബൂട്ടാനാണ്. ഇത് പാഷൻ ഫ്രൂട്ട്. ഇത് മധുരക്കിഴങ്ങാണ് നമ്മുടെ. ഇത് ഔഷധ ഗുണമുള്ള വള്ളിച്ചീരയാണ്. ഇതെൻ്റെ ടെറസ് കൃഷിയാണ്. ഇത് ചോളകമാണ്. ഇത് തക്കാളി. ഇത് ആഫ്രിക്കൻ മല്ലിയില.
എൻ്റെ കൃഷിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ മക്കൾ തന്നെയാണ്. ചേച്ചിയുടെ ടിപ്സും വളപ്രയോഗങ്ങളും തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നന്നായി കായൊക്കെ പിടിക്കുന്നുണ്ട്. ഇതിനെല്ലാം മിനി ചേച്ചിയോട് ഒത്തിരി താങ്ക്സ് പറയുന്നു. ഇത് പയർ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കുറച്ച് നാടൻ കോഴികളാണ്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന ഫലവൃക്ഷം വേപ്പ്. ഒരുപാട് തഴച്ചു വളർന്നിട്ടുണ്ട്. 10 വർഷമായത്. പിന്നെ ഇത് പച്ചമുളക്, പൂവൊക്കെ ഇട്ട് കായ്ച്ചിട്ടുണ്ട്, കായ്ച്ചു തുടങ്ങി. ഇതും ഒരു ചെറിയ മുളകാണ്, ഇതിന് കായ്കൾ വരുന്നേ ഉള്ളൂ. പിന്നെ വെണ്ട, ഇത് വഴുതന പൂവിട്ടിട്ടുണ്ട്, കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഇത് തക്കാളിയാണ്, 1 മാസം പ്രായമായ തക്കാളി പറിച്ച് നട്ടതാണ്. ഇതിലും പൂവിട്ടിട്ടുണ്ട് വഴുതന. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ അതെല്ലാം ഒന്ന് ഇളകി രണ്ടാമത് മണ്ണിട്ട് കൊടുത്തിരിക്കാം. ഇത് വെണ്ട, ഒരു 2 തവണ ഇതിൽ നിന്ന് വിളവ് കിട്ടിയിരുന്നു. ഇപ്പോൾ വീണ്ടും കായ്ക്കുന്നുണ്ട്. വെണ്ടയാണ് കൂടുതൽ, ഇതിൽ നിന്നെല്ലാം വിളവെടുത്തതാണ്. കൂടുതലും വെണ്ടയാണ്. വെണ്ട, വഴുതന, മുളക്, പിന്നെ തക്കാളി, ഇതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ചെയ്യണം അടുത്തത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൃഷി രീതികളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ഒരുപാട് പേർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും അയക്കാനുള്ളവരൊക്കെ അയയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് മിനീസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് ലൈക്ക് ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.